So, good morning everyone and welcome back. ഇതിൽ ഇപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയാണ് നോക്കിയത്? ഡാമ്പിംഗ് ടോർക്ക് പ്രൊഡക്ഷൻ്റെ വേരിയസ് മെത്തേഡ്സ്. അതിൽ നമ്മൾ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്, ദെൻ എഡി കറന്റ് ഡാമ്പിംഗ് വരെ നമ്മൾ നോക്കിയായിരുന്നു. ഓക്കെ, so today we will start with the comparison of three methods of production of damping torque. സോ നമ്മൾ ഇതുവരെ പഠിച്ച മൂന്ന് ഇതിൽ ഉള്ള ഡാമ്പിംഗ് ടോർക്സിന്റെ കമ്പാരിസൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ കമ്പാരിസൺ ഓഫ് ഡാമ്പിംഗ് മെത്തേഡ്സ്, എവിടെയൊക്കെയാണ് ആപ്ലിക്കബിൾ, എന്തൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സിമ്പിൾ ആൻഡ് ചീപ്പസ്റ്റ് മെത്തേഡ് അമംഗ് ദ ത്രീ. ഈ അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് അല്ലെങ്കിൽ നാല് മെത്തേഡിൽ ഏറ്റവും ചീപ്പസ്റ്റും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഹോട്ട് വയർ മൂവിങ് അയൺ, MI എന്ന് പറയുന്ന മൂവിങ് അയൺ ആൻഡ് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്ങിൽ എന്തായിരുന്നു, ഓയിലാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഓയിലാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓയിൽ യൂസ് ചെയ്യുന്നതിന്റെ റീസൺ എന്തായിരുന്നു? അതിന്റെ വിസ്കോസിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എഫക്റ്റീവ് ആയിട്ടുള്ള നമുക്ക് ഡാമ്പിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ എക്സ്ട്രാ ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യും. എക്സ്ട്രാ ഇൻസുലേഷൻ എന്ന് പറയുന്നത് ഈ ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഓയിലിന് ഇൻസുലേഷൻ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ ആ ഇൻസുലേഷൻ പ്രോപ്പർട്ടിയും കൂടെ നമുക്ക് എന്താണ് ഈ എക്യുപ്മെന്റിന് കിട്ടും. ഓക്കെ, ആൻഡ് ദിസ് ഇസ് മെയിൻലി യൂസ്ഡ് ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻസ്ട്രുമെന്റ്. ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റേഴ്സിലാണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റേഴ്സിലാണ്, അതായത് ഹൈ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻസ്ട്രുമെന്റിലാണ് എന്ത് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഇതിൽ ഓയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് സ്പില്ലേജ് എന്ന് പറയുന്നത് പുറത്ത് വീഴാനുള്ള ചാൻസ്, അതായത് സ്പില്ല് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഉള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. എഗെയിൻ ഓയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് റെഗുലർ ആയിട്ടുള്ള മെയിൻ്റെനൻസ് ആവശ്യമാണ്. എഗെയിൻ ഫൈനലി വെർട്ടിക്കൽ പൊസിഷനിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഉണ്ടെങ്കിൽ വെർട്ടിക്കൽ പൊസിഷനിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ആ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്ങിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഒരു ചെറിയൊരു ബക്കറ്റ് പോലെയുള്ള അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ പോലെയുള്ളതിൽ ഓയിൽ നിറച്ചു വെച്ചിട്ടാണ്. അപ്പൊ ആ ഓയിലിനകത്ത് ഇമ്മേഴ്സ് ചെയ്തായിരുന്നു ആ ഡിസ്ക് ഇരുന്നത്. അപ്പൊ അങ്ങനെ ആ ഓയിൽ ഇമ്മേഴ്സ് ചെയ്ത് ഡിസ്ക് ഇരിക്കണമെങ്കിൽ വെർട്ടിക്കലായിട്ട് വെച്ചാൽ മാത്രമല്ലേ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഈസ് വൈ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഇൻസ്ട്രുമെന്റ് വെർട്ടിക്കൽ പൊസിഷനിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേപോലെ വെർട്ടിക്കൽ പൊസിഷന്റെ കേസ് വേറൊരിടത്ത് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? എന്തായിരുന്നു അത്? ഗ്രാവിറ്റി കൺട്രോൾ ഇൻസ്ട്രുമെന്റ് വെർട്ടിക്കൽ പൊസിഷനിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എഗെയിൻ ഇതിൽ ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് പോർട്ടബിൾ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് പോയി, അതായത് നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്ത് പല സ്ഥലത്ത് വെച്ച് മെഷർ ചെയ്യുന്ന ഒരു പോർട്ടബിലിറ്റി അല്ലെങ്കിൽ മൊബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്ങിന്റെ കേസ് വരുമ്പോഴത്തേക്കും. ഓക്കെ, ഇനി അടുത്ത് ഫൈനലി എഡി കറന്റ് ഡാമ്പിംഗ് ആണ് ഈ മൂന്ന് മെത്തേഡിൽ ഏറ്റവും എഫിഷ്യന്റ് മെത്തേഡ് എന്ന് പറയുന്നത് എഡി കറന്റ് ഡാമ്പിംഗ് ആണ്. ആൻഡ് എഗെയിൻ എഡി കറന്റ് ഡാമ്പിംഗ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനന്റ് മാഗ്നറ്റ് ഇൻസ്ട്രുമെന്റ്സിലാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പെർമനന്റ് മാഗ്നറ്റ് ഇൻസ്ട്രുമെന്റ്സിലാണ് നമ്മൾ എഡി കറന്റ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ ബേസിക് കമ്പാരിസൺ ഓഫ് ത്രീ മെത്തേഡ്സ്. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് വിൽ സി എ വൺ കർവ്, ഒരു ഗ്രാഫ് നമുക്ക് കാണാം. അത് ഡാമ്പിങ്ങിന് വിത്ത് റെസ്പെക്റ്റ് ആണ്. സോ ടൈപ്സ് ഓഫ് ഡാമ്പിംഗ് ഉണ്ട്. ടൈപ്സ് ഓഫ് ഡാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമ്പിങ്ങിന്റെ അളവ് വെച്ചിട്ട്, ഡാമ്പിങ്ങിന്റെ വാല്യൂ അനുസരിച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് അണ്ടർ ഡാംപ്ഡ്. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്രിട്ടിക്കലി ഡാംപ്ഡ്. മൂന്നെന്ന് പറയുന്നത് ഓവർ ഡാംപ്ഡ്. ഇത് ഇത്രയും ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമ്പിംഗ്
റേഷ്യോ, ഡാമ്പിംഗ് റേഷ്യോ ഉണ്ട്. ഈ ഡാമ്പിംഗ് റേഷ്യോ എന്ന് പറയുന്ന സീറ്റ എന്ന് പറയുന്ന വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം സീറ്റ എന്ന് പറയുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് ഓവർ ഡാംഡ് ആണ്. സീറ്റ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ അത് ക്രിട്ടിക്കലി ഡാംഡ് ആണ്. സീറ്റ ലെസ് ദാൻ 1 ആണെങ്കിൽ അത് അണ്ടർ ഡാംഡ് ആണ്. ഇതാണ് 3 ക്ലാസിഫിക്കേഷൻ: അണ്ടർ ഡാംഡ്, ക്രിട്ടിക്കലി ഡാംഡ്, ഓവർ ഡാംഡ്. ഓക്കെ, അപ്പൊ ഇതിനെ വെച്ച് നമ്മൾ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ we'll have something like that. സപ്പോസ് എൻ്റെ ഇൻസ്ട്രുമെന്റിലെ പോയിന്റർ ഉണ്ടല്ലോ, പോയിന്റർ, ഞാൻ ആ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത് ഒരു 3 ആംപിയർ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എത്രയാണ്? 3 ആംപിയർ കറണ്ട്. അപ്പം എൻ്റെ പോയിന്റർ എവിടെ വന്ന് നിൽക്കണം? 3 ആംപിയറിൽ വന്ന് സെറ്റിൽ ചെയ്യണം. അപ്പൊ നമ്മൾ ഇതില് പോയിന്ററിന്റെ മൂവ്മെന്റ് ആണ്, മൂവ്മെന്റ് ഓഫ് പോയിന്റർ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് ഫൈനലി എത്ര വാല്യൂവിലാണ് നിൽക്കേണ്ടത്? 3 ആംപിയറിൽ. ഓക്കെ, ഇത് 0 എന്ന് പറയുന്ന ടൈം. നമ്മൾ ഗ്രാഫ് വരച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോയിന്റർ ആദ്യം 0-യിലായിരിക്കുമല്ലോ, ടൈം 0-യില്. അപ്പൊ ഗ്രാജുവൽ ആയിട്ട് പോയിന്റർ മൂവ് ചെയ്യാൻ തുടങ്ങും. ഗ്രാജുവൽ ആയിട്ട് മൂവ് ചെയ്ത് 3 ആംപിയറിൽ എത്തും. ആണല്ലോ, ഞാൻ എന്താ പറഞ്ഞത്? 3 ആംപിയറിൽ എത്തുമ്പോഴത്തേക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും ഈക്വൽ ആവും. 3 ആംപിയറിൽ സെറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ കൂടെ ഒരു കാര്യവും കൂടെ പറഞ്ഞു. ഇവിടെ എത്തുമ്പോഴത്തേക്കും ചിലപ്പം അതിന് ഓസിലേഷൻസ് സംഭവിക്കുക. ഓസിലേഷൻസ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആംപിയറിന്റെ വാല്യൂ ഉണ്ട്. ആ പോയിന്റർ അവിടെ എത്തിയിട്ട് ആദ്യം കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് പോകും, എന്നിട്ട് തിരിച്ച് ബാക്കിലോട്ട് വരും, വീണ്ടും ഫ്രണ്ടിലോട്ട്, തിരിച്ച് ബാക്കിലോട്ട്, അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ 3 ആംപിയറിൽ സെറ്റിൽ ചെയ്യത്തുള്ളൂ. അതായത് ഇവിടെ എന്ത് ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞത്? ഓസിലേഷൻസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്, അല്ലെ? സോ അപ്പൊ ഓസിലേഷൻസിന് നമുക്ക് ഈ ഗ്രാഫിൽ എങ്ങനെ വരയ്ക്കാൻ പറ്റും? സോ 3 ആംപിയറിൽ എത്തി, 3 ആംപിയർ എത്തിയിട്ട് കുറച്ച് മുന്നോട്ട് പോയി, എന്നിട്ട് അത് ബാക്കിലോട്ട് വന്നു, എന്നിട്ട് വീണ്ടും മുന്നിലോട്ട് പോയി, ബാക്കിലോട്ട് വന്നു, ബാക്കിലോട്ട്. സോ അപ്പൊ ഇങ്ങനെ ആയിരിക്കുമല്ലോ ആ പോയിന്ററിന്റെ മൂവ്മെന്റ്. 0-യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഗ്രാജുവൽ ആയിട്ട് ഇൻക്രീസ് ചെയ്ത് 3 ആംപിയറിൽ എത്തി. 3 ആംപിയറിൽ നിന്ന് എന്താണ് ഓസിലേഷൻ കാരണം മുമ്പോട്ട് പോയി, പുറകിലോട്ട് വന്നു, മുമ്പിലോട്ട് വന്നു. സോ ഗ്രാജുവലി ആ ഓസിലേഷന്റെ അളവ് കുറഞ്ഞ് ഫൈനലി പോയിന്റർ 3 ആംപിയറിൽ വന്ന് സെറ്റിൽ ചെയ്തു. ഓക്കെ, ഇനി ഇതിനെ പറയുന്ന പേരാണ് അണ്ടർ ഡാംഡ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർ ഡാംഡ് ആണ് ഞാൻ ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന കർവ് എന്ന് പറയുന്നത് അണ്ടർ ഡാംഡ് കേസ്. അതായത് ഡാമ്പിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കുമ്പോൾ ഉള്ള കേസ്. ഇനി ക്രിട്ടിക്കലി ഡാംഡ്. അണ്ടർ ഡാംഡ് എന്ന് പറയുമ്പോൾ ഡാമ്പിംഗ് കുറവാണ്. ഡാമ്പിംഗ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഓസിലേഷൻസ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിട്ടിക്കലി ഡാംഡ്. ക്രിട്ടിക്കലി ഡാംഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഡാമ്പിംഗ് എന്ന് പറയുന്നത് കറക്റ്റ് അളവിനാണെന്നാണ് പറയുന്നത്. കറക്റ്റ് അളവിന്, ഒരു കാര്യം കറക്റ്റ് അളവിനാണെങ്കിൽ എന്താണ്? ഇതിൽ ഓസിലേഷൻസ് സംഭവിക്കത്തില്ല എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഓസിലേഷൻസ് സംഭവിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഇത് ഗ്രാജുവൽ ആയിട്ട് കൂടി കറക്റ്റ് 3 ആംപിയറിൽ വന്ന് സെറ്റിൽ ചെയ്യും. ഇതാണ് ക്രിട്ടിക്കലി ഡാംഡിന്റെ കർവ്. ഇത് ക്രിട്ടിക്കലി ഡാംഡിന്റെ കർവ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഓവർ ഡാംഡ്. ഓവർ ഡാംഡ് എന്ന് പറയുന്നത് ഡാമ്പിംഗ് കൂടുതലാണ്. അപ്പൊ ഡാമ്പിംഗ് കൂടുതലാകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വാല്യൂവിൽ എത്താൻ, അതായത് 3 ആംപിയറിൽ എത്താൻ വേണ്ടി കൂടുതൽ സമയമെടുക്കും അത്. ഓക്കെ, അത് മാത്രമാണ് വ്യത്യാസം. ഓവർ ഡാംഡ് കേസ് വരുമ്പോഴത്തേക്കും the pointer takes more time to reach the final value. അപ്പൊ ഞാൻ ഒന്നും കൂടെ സമ്മറൈസ് ചെയ്യണം. അണ്ടർ ഡാംഡിന്റെ കേസ് ഡാമ്പിംഗ് റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പം ഡാമ്പിംഗ് ആവശ്യത്തിന് ഇല്ല എന്നുള്ളതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഡാമ്പിംഗ് ആവശ്യത്തിന് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോയിന്ററിൽ ഓസിലേഷൻസ് കാണും എന്നുള്ളതാണ് അതിന്റെ മീനിങ്.
ഓക്കെ, കാണും, ഓസിലേഷൻസ് കാണും. അടുത്ത് രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കലി ഡാംഡ്. ക്രിട്ടിക്കലി ഡാംഡ് എന്ന് പറയുമ്പോൾ ഡാമ്പിങ് ആവശ്യത്തിനുണ്ട്, അപ്പം അതൊരു മിനിമം ടൈം എടുത്ത് പോയിന്റർ ഫൈനൽ വാല്യൂവിൽ വന്ന് സെറ്റിൽ ചെയ്യും. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഓവർ ഡാംഡ് കേസ്, അതായത് ഡാമ്പിങ് ആവശ്യത്തിലും കൂടുതലാണ്. അപ്പോഴത്തേക്ക് ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ഫൈനൽ വാല്യൂവിൽ എത്താൻ വേണ്ടി അത് കുറച്ചധികം സമയം എടുക്കും എന്നുള്ളത് മാത്രമാണ്. ഓസിലേഷൻസ് ഒന്നും കാണത്തില്ല, പക്ഷേ ഫൈനൽ വാല്യൂവിൽ എത്താൻ വേണ്ടി അധികം സമയം അത് ഉപയോഗിക്കും എന്നുള്ളതാണ് അതിന്റെ മീനിങ്. സാധാരണ ഒരു ഇൻസ്ട്രുമെന്റിൽ നമ്മൾ ലെസ് ദാൻ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് but more than under damping. ഇങ്ങനെയായിരിക്കും നമ്മൾ ഒരു സാധാരണ ഒരു ഇൻസ്ട്രുമെന്റിൽ സെറ്റ് ചെയ്യുന്നത്. അതായത് ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിൽ സീറ്റ 1ന് താഴെയായിരിക്കും, പക്ഷെ അണ്ടർ ഡാമ്പിങ് സിറ്റുവേഷൻസിൽ, അണ്ടർ ഡാമ്പിങ്ങിൽ ഭയങ്കരമായ ഓസിലേഷൻസ് കാണത്തില്ല, പക്ഷെ ഓസിലേഷൻസ് മിനിമം ആയിരിക്കും. സോ നോർമലി വി വിൽ പ്രൊവൈഡ് ഡാമ്പിങ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഈസ് ലെസ് ദാൻ ക്രിട്ടിക്കൽ ഡാമ്പിങ് ബട്ട് മോർ ദാൻ അണ്ടർ ഡാമ്പിങ് എന്നുള്ള കേസാണ്. ഓക്കെ, സോ നോർമലി ഈ അണ്ടർ ഡാമ്പിങ്ങിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ സീറ്റയുടെ വാല്യൂ 0.707 ആയിരിക്കും. 0.707 എന്ന് പറയുമ്പോൾ 1/√2 1/√2 ആണ് അണ്ടർ ഡാമ്പിങ്ങിന്റെ കേസ്. അപ്പൊ ഐഡിയലി ഒരു ഇൻസ്ട്രുമെന്റില് സീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1/√2 ബട്ട് ലെസ് ദാൻ 1, ഇതായിരിക്കും ഐഡിയൽ ആയിട്ടുള്ള ഒരു വാല്യൂ. ഓക്കെ, ഈ സാധനം നിങ്ങളുടെ നോട്ടിൽ കാണത്തില്ല, അപ്പൊ ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങളത് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. ഓക്കെ, സോ ഇത്രയാണ് ഡാമ്പിംഗ് മെത്തേഡ്സിന്റെ കേസ് എന്ന് പറയുന്നത്. So we have covered the method of production of controlling torque, damping, deflecting torque, and finally damping torque and the comparison of this damping methods. Next, ഇനി അടുത്ത് നമ്മൾ ഓരോ ഇൻസ്ട്രുമെന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ പാർട്സ് എന്തൊക്കെയാണ്, ഓരോ ഇൻസ്ട്രുമെന്റ് 1 by 1 ആയിട്ട് കാണും. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. സോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇൻസ്ട്രുമെന്റ് 1 by 1 ആയിട്ടാണ് നോക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഇസ് പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്. സോ ഇതാണ് നമ്മൾ പഠിക്കുന്നതിലുള്ള ഫസ്റ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. സോ ആസ് ദ നെയിം സജസ്റ്റ് ഇറ്റ് ഈസ് പെർമനന്റ് മാഗ്നറ്റ് പ്ലസ് മൂവിംഗ് കോയിൽ. ഓക്കെ, സോ അപ്പം ഈ പേരിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവാം, ഈ ഇൻസ്ട്രുമെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണ്. ഓക്കെ, പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുമ്പം ഇതെന്തിനാണ്, ഫീൽഡ്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെർമനന്റ് മാഗ്നറ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് മൂവിംഗ് കോയിൽ, അതായത് ഒരു കോയിൽ ഉണ്ട്, അതിന് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, മൂവിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു കോയിൽ. ഓക്കെ, പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ അത് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ രണ്ടാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് ഒരു മൂവിംഗ് കോയിൽ ഉണ്ട്. ഓക്കെ, സോ ഈ മൂവിംഗ് കോയിലാണ് കറണ്ട് ക്യാരി ചെയ്യുന്നത്. എന്ത് ക്യാരി ചെയ്യുന്നത്, കറണ്ട് ക്യാരി ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് പെർമനന്റ് മാഗ്നറ്റ്, അതിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ അത് സ്റ്റേഷനറി ആണ്. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട്, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, അതെന്ന് പറയുന്നത് മൂവബിൾ ആണ്.
ഓക്കെ, ഇത് ഇത്രയാണ് ബേസിക് ആയിട്ട് നമുക്ക് ഈ പേരിൽ നിന്ന് പറയാൻ പറ്റും. സോ വി ഹാവ് വാട്ട് ഈസ് എ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പെർമനന്റ് മാഗ്നറ്റ്, എ മൂവിംഗ് കോയിൽ. Permanent magnet is used to produce the magnetic field which is stationary. Second one is it consists of a moving coil, that is a current carrying conductor which is movable, which can move in fact. Okay, so ഇനി ഇത് ഈ ഇൻസ്ട്രുമെന്റിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലോറൻസ് ഫോഴ്സ് ആണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് ഇസ് ലോറൻസ് ഫോഴ്സ്. ഈ ലോറൻസ് ഫോഴ്സ് തന്നെയാണ് നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന മോട്ടർ, DC മോട്ടറിൽ ഉള്ള പ്രിൻസിപ്പിളും ഇത് തന്നെയാണ്. DC മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും ഇത് തന്നെയാണ്, പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ്. സോ ബേസിക്കലി ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഒരു മോട്ടോർ ആക്ഷൻ ആണ് ഉള്ളത്. മോട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ മോട്ടർ ഇസ് വാട്ട്? മോട്ടർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജിയെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യും? മെക്കാനിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യും. So this is what basic ആയിട്ടുള്ള ഇതിന്റെ ഐഡിയ. പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ and it works on the principle of Lorentz force. Lorentz force ഒക്കെ നിങ്ങൾക്ക് ലോറൻസ് ഫോഴ്സ് അല്ലെങ്കിൽ ലോറൻസ് പ്രിൻസിപ്പിൾ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, so we'll see what it is. So first part എന്ന് പറയുന്നത് we have poles, permanent magnet, poles of permanent magnet, a north pole and a south pole. Okay, so the direction of field എങ്ങനെയായിരിക്കും? നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലോട്ട്. Okay, so we had the permanent magnet here. Permanent magnet ഞാൻ ഇവിടെ വെച്ചു. നെക്സ്റ്റ് ഇതെന്താണ്? ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ ഗ്രാവിറ്റി കൺട്രോളും സ്പ്രിംഗ് കൺട്രോളും ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഈ ഷേപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? പിവറ്റ് ആൻഡ് ജുവൽ ബെയറിങ്സ്. ഇതാണ് ബാക്കി പെർമനന്റ് മാഗ്നറ്റിന്റെ പാർട്സ് എന്ന് പറയുന്നത്. സോ വി ഹാവ് ഇതെന്ന് പറയുന്നത് സ്പിൻഡിൽ, ഇതെന്ന് പറയുന്നത് സ്പ്രിങ്സ്. സോ സ്പ്രിങ്, ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്, ഇവിടെ വേറൊരു സ്പ്രിങ് ഉണ്ട്. സോ ദിസ് ഇസ് സ്പ്രിങ് 1 ആൻഡ് ദിസ് ഇസ് സ്പ്രിങ് 2. ഈ റെഡിൽ കാണിച്ചിരിക്കുന്ന വരയുണ്ടല്ലോ, ഇതാണ് കോയിൽ. ഓക്കെ, കോയിൽ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് എന്ന് പറയാം, ഗ്രൂപ്പ് ഓഫ് കണ്ടക്ടേഴ്സ്, കോയിൽസ്. ദെൻ ഈ ഒരു റെക്ടാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ബോക്സ് ഉണ്ടല്ലോ, ഇതാണ് അലുമിനിയം ഫ്രെയിം. എന്താണ്? അലുമിനിയം ഫ്രെയിം, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേര് പറയും ഫോർമർ. അലുമിനിയം ഫ്രെയിം അല്ലെങ്കിൽ ആ ഫോർമർ. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ പീസാണ്. ഓക്കെ, അലുമിനിയത്തിലുള്ള ഒരു റെക്ടാങ്കുലർ ഇങ്ങനെ ഇരിക്കുന്ന റെക്ടാങ്കുലർ ഒരു ഹോളോ ആയിട്ടുള്ളത്, ഇത് പൊള്ളയായിട്ടുള്ളതാണ്. അപ്പം ആ പൊള്ളയായിട്ടുള്ള ഒരു റെക്ടാങ്കുലർ ഫോർമർ ആണ്. ഇതിന് ചുറ്റുമാണ് നമ്മൾ വൈൻഡിങ് ചെയ്തിരിക്കുന്നത്. ഇതിന് ചുറ്റുമാണ്. ഇത് ഞാനൊന്ന് ചരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ? അപ്പൊ ഇത് ഇത്രയാണ് പാർട്സ്. എന്തൊക്കെയാണ്? പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്, നോർത്ത് പോള് സൗത്ത് പോള്. അത് കഴിഞ്ഞ് പിവറ്റ് ആൻഡ് ജുവൽ ബെയറിങ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് എന്താണ് വരുന്നത്? സ്പിൻഡിൽ വരുന്നുണ്ട്, കോയിൽ വരുന്നുണ്ട്, സ്പ്രിംഗ് ഉണ്ട്. സ്പ്രിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്പ്രിംഗ് കൺട്രോളിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ കയ്യിൽ ഒരു പോയിന്റർ ഉണ്ട്. സോ ദിസ് ഇസ് വാട്ട് അവർ പോയിന്റർ. ഇതെന്താണ്? സ്കെയിൽ. ഇതെന്താണ് ഈ പോയിന്ററിന്റെ അറ്റത്തുള്ളത്? ബാലൻസിങ്
വെയിറ്റ്. ബാലൻസിങ് വെയിറ്റ് ആണ്, കൺട്രോളിങ് വെയിറ്റ് അല്ല. ഇവിടെ കൺട്രോളിങ് എന്തിനാ, കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടാണ് സ്പ്രിങ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കിയേ, വിൽ സി വാട്ട് ആർ ദ മെയിൻ പാർട്സ് ഓഫ് എ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്. സോ വി ഹാവ് permanent magnet, that is the north pole and the south pole. Then we have the pivot and jewel bearings between which a spindle is provided. സ്പിൻഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്പിൻഡിലിന് റൊട്ടേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഈ സ്പിൻഡിലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് എന്തിരിക്കുന്നത്, ഒരു കോയിൽ ഇരിക്കുന്നത്. കോയിലിന് n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. n ടേൺസ് ഉള്ള ക്യാപിറ്റൽ n നമ്പർ ഓഫ് ടേൺസ് ഉള്ള ഒരു കോയിലാണ്. അത് ചുറ്റിയിരിക്കുന്നത് എന്തിന്റെ പുറത്താണ്, ഒരു അലുമിനിയം ഫ്രെയിം അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോർമറിന്റെ പുറത്താണ് അത് ചുറ്റിയിരിക്കുന്നത്. Then we have a pointer and a balancing weight attached to another end of the pointer and we have a scale. So ഇത് ഇത്രയുമാണ് ഒരു പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ എഴുതിയത് അത്രയും സ്ക്രീനിൽ എഴുതിയത് അത്രയും ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് പാർട്സ് ഓഫ് വാട്ട് യു കോൾ a permanent magnet moving coil instrument looks like. Okay, sorry. സപ്പോസ് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. പ്ലസ് മൈനസ് ഒരു 100 വോൾട്ട്, 100 വോൾട്ട്. ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്. ഈ റെസിസ്റ്റർ എന്ന് പറയുന്നത് 50 ഓംസ് ആണ്. 50 ഓംസ്. ഓക്കെ, എനിക്ക് ഇതിൽ കൂടെ ക്ലോസ്ഡ് സർക്യൂട്ട് ആയതുകൊണ്ട് ഇതിൽ കൂടെ ഒരു I എന്ന് പറയുന്ന ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമല്ലോ. ഈ I എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്രയാണ്? I is equal to V by R. V എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ R എത്രയാണ്? 50. ദാറ്റ് ഈസ് 2 ആംപിയർ കറണ്ട് ആണ് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നതെന്ന് നമുക്കറിയാം തിയററ്റിക്കലി. എനിക്കിത് എക്സ്പെരിമെന്റലി മെഷർ ചെയ്യണം. ഒരു എക്സ്പെരിമെന്റ് ഉപയോഗിച്ച് ഇത് മെഷർ ചെയ്യണം. എന്ത് ചെയ്യണം? ഒരു കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? അമ്മീറ്റർ കണക്ട് ചെയ്യും അല്ലേ? സോ ഈ സർക്യൂട്ടിനെ ഞാൻ ഇങ്ങനെ ഒന്ന് മോഡിഫൈ ചെയ്യാണ്. സോ വി ഹാവ് 100 വോൾട്ട്, ദെൻ സെയിം 50 ഓം. കറണ്ട് മെഷർ ചെയ്യണമെങ്കിൽ ഞാൻ അമ്മീറ്റർ യൂസ് ചെയ്യുന്നു. അമ്മീറ്റർ കണക്ട് ചെയ്യേണ്ടത് സീരീസ് ആയിട്ടാണ്. സർക്യൂട്ടിന് സീരീസ് ആയിട്ടാണ് അമ്മീറ്റർ കണക്ട് ചെയ്യുന്നത്. സോ ഈ അമ്മീറ്ററിന്റെ 2 എൻഡ് ഉണ്ട്. അതെന്ന് പറയുന്നത് 1, 2 എന്ന് പറഞ്ഞ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഈ സർക്യൂട്ടിന്റെ ഒരു എൻഡ് 1ൽ കൊടുക്കുന്നു, അതുവഴി 2 എന്ന് പറയുന്ന എൻഡ് വഴി സർക്യൂട്ടിനെ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ കൂടെ എത്ര കറണ്ട് പോകും? ഇപ്പം 2 ആംപിയർ കറണ്ട്. അത് സെയിം കറണ്ട് തന്നെയാണ് അമ്മീറ്ററിൽ കൂടെയും പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സർക്യൂട്ട് റെഫറൻസ് ആയിട്ട് എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പറയാം എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന്. ഇപ്പൊ നിങ്ങൾ ഈ ഫിഗറിൽ കണ്ട 1, 2 എന്ന് പറയുന്ന പോയിന്റ് ഇല്ലേ അമ്മീറ്ററിന്റെ, ആ അമ്മീറ്ററിന്റെ 1, 2 എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇത്. ഇത് ഇത്രയാണ് എൻ്റെ അമ്മീറ്റർ. അമ്മീറ്ററിനകത്ത് ഇത്രയാണ് വരുന്നത്. ഓക്കെ, ഇത് ഇത്രയും അമ്മീറ്ററിന്റെ പെട്ടിക്കകത്തുള്ളതാണ്. ഈ അമ്മീറ്ററിന്റെ പുറത്തുള്ള 1 എന്ന് പറയുന്ന പോയിന്റ്, ഇതെന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന പോയിന്റ്. സോ ഞാൻ 1 എന്ന് പറയുന്നത് ഇത് സോ 1 എന്ന് പറയുന്ന പോയിന്റ് ഞാൻ ഇവിടെ കണക്ട് ചെയ്തു. 2 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയും കണക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്? 1 എന്ന് ഈ സർക്യൂട്ടിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയാണ്? 2 ആംപിയർ. ആ 2 ആംപിയർ ഇതുവഴി എൻറ്റർ ചെയ്യും. ഓക്കെ, 2 ആംപിയർ ഇതുവഴി എൻറ്റർ ചെയ്യുന്നു. 2 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ 2 ആംപിയർ ലീവ് ചെയ്യുന്നു. അങ്ങനെയാണല്ലോ അതിന്റെ ആ അമ്മീറ്ററിൽ കൂടെ 2 ആംപിയർ എൻറ്റർ ചെയ്തു. ഒരു എൻഡിൽ കൂടെ അപ്പുറത്തെ എൻഡിൽ കൂടെ 2 ആംപിയർ പുറത്തോട്ട് പോയി. അത് എത്രയാണ്? ഓക്കെ, ഞാൻ ഈ സർക്യൂട്ട് മാറ്റിയാണ്, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് എടുക്കുക. ഓക്കെ, സോ 1 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ ഇത് എന്താണ്? ആ 2 ആംപിയർ എൻറ്റർ ചെയ്തു. സോ
സോ 2 ആംപിയർ ഇതുവഴി എൻ്റർ ചെയ്ത് ഈ സ്പ്രിങ്ങിൽ കൂടെ കറങ്ങി ഇതായി സെൻറ്ററിലെത്തി, സെൻറ്ററിൽ നിന്ന് ഈ കോയിലിലോട്ട് കയറി. സോ കോയിലിൽ നിന്ന് മുകളിലോട്ട് ഇതുവഴി ഇങ്ങോട്ട് പോയി താഴോട്ട്, അത് വീണ്ടും കറങ്ങി മുകളിലോട്ട്, അതുവഴി താഴോട്ട്, വീണ്ടും മുകളിലോട്ട്, അതുവഴി കയറി ഇതുവഴി തിരിച്ചു സ്പ്രിങ്ങിൻ്റെ സെൻറ്ററിലെത്തി. സോ സ്പ്രിങ്ങിൽ കൂടെ കറങ്ങി അത് തിരിച്ച് പുറത്തോട്ട് പോയി, 2 ആംപിയർ തന്നെ പോയി. അപ്പൊ ഇതാണ് ആ കറണ്ടിന്റെ ഫ്ലോ. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് പഠിച്ച റൂൾസ് ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം. അഗൈൻ ഞാൻ ഇതില് ഞാൻ വരച്ചതൊക്കെ ഒന്നും കൂടെ മായ്ക്കുന്നു. ഓക്കെ, ജസ്റ്റ് ആവശ്യമുള്ള ഒരു കാര്യങ്ങൾ മാത്രം ഞാൻ ഇതിനകത്ത് മാർക്ക് ചെയ്തിരുന്നു. ഇവിടെ 2 ആംപിയർ, ഈ എൻഡിൽ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരുന്നു? മുകളിലോട്ട് 2 ആംപിയർ. ഈ ഡയറക്ഷനിൽ എങ്ങനെയായിരുന്നു? താഴോട്ട് 2 ആംപിയർ. ഇതുവഴി കയറി ഇതുവഴി 2 ആംപിയർ പുറത്തോട്ട് വന്നു. ഇത്രയും മതി നമുക്ക് ഇത് പഠിക്കാനായിട്ട്. സോ അപ്പം ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് എന്താണ്? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അതായത് നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതിനകത്ത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇരിക്കുകയാണ്. അപ്പൊ ലോറൻസ് ലോ എന്താ പറയുന്നത്? ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്? ലോറൻസ് ഫോഴ്സ് അല്ലെങ്കിൽ ലോറൻസ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? whenever a current carrying conductor is placed in the magnetic field it will experience a force ആണല്ലോ. അപ്പൊ നമുക്ക് ഈ കോയിലിന് ഇങ്ങനെ പേര് കൊടുക്കാം. ഇത് എ എന്ന് പറയുന്ന എൻഡ്, ഇത് ബി എന്ന് പറയുന്ന എൻഡ്, ഇത് സി, ഇത് ഡി. അപ്പൊ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു കോയിലാണ് എൻ്റെ കയ്യിൽ ഉള്ളത്. അപ്പം നമുക്ക് ഇതിനകത്ത് ലോറൻസ് ലോ എന്താ പറയുന്നത്? എഫ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ഐ ഇൻറ്റു എൽ ഇൻറ്റു സൈൻ തീറ്റ. ഓക്കെ, ഇവിടെ ഇത് ഞാനൊന്ന് ചരിച്ചാണ് വരച്ചിരിക്കുന്നത്. സപ്പോസ് ഇങ്ങനെ നമുക്ക് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഫീൽഡ് ഇരിക്കുന്നത്. നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് പോയി. ഇവിടെയാണ് ഞാൻ എൻ്റെ കോയിൽ വെച്ചിരിക്കുന്നത്. എങ്ങനെ? എ ബി സി ഡി എന്ന് പറയുന്ന കോയിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം കറണ്ട് പോകുന്ന ഡയറക്ഷൻ ഇങ്ങനെ ഇതിനകത്തൂടെ കയറി തിരിച്ചിറങ്ങി ആണല്ലോ. വേറൊരു കളറും കൂടെ എടുത്തോട്ടെ. സോ കറണ്ട് ഫ്ലോ എയിൽ നിന്ന് ബി ടു സി, സി ടു ഡി തിരിച്ച് കറങ്ങി പോയത്. അതാണല്ലോ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് കറണ്ടിന്റെയും ഈ തീറ്റ എന്ന് പറയുന്നത് എന്തായിരുന്നു? എഫ് ഈസ് ഇക്വൽ ടു ബി ഐ എൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് ആ കണ്ടക്ടറും ഫീൽഡും തമ്മിലുള്ള ആംഗിൾ. ഇവിടെ ഇതാ നോക്കിയേ, ഇങ്ങനെയാണ് ഇതിരുന്നത്, ഇങ്ങനെ ഫ്രെയിം ഇരുന്നു. അപ്പോഴത്തേക്കും ഫീൽഡ് ഇതുവഴി വന്നു. അപ്പൊ ആംഗിൾ എത്രയാണ്? ഇങ്ങനെയല്ലേ വരുന്നത്. സി എ ബിയില് എ ബി എന്ന് പറയുന്നത് ഇങ്ങനെ, ഫീൽഡ് എന്ന് പറയുന്നത് ഇങ്ങനെ. അപ്പൊ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി എ ബിക്ക്. ഇനി അടുത്ത ബി സിയുടെ കേസോ? ബി സി ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. ഫീൽഡും അതേ ഡയറക്ഷൻ, ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രി. ഓക്കെ, അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു ബി ഐ എൽ സൈൻ തീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എഫ് എ ബി എന്ന് പറയുന്നതിൽ ബി ഇൻറ്റു ഐ ഇൻറ്റു എൽ ഇൻറ്റു സൈൻ എത്രയാണ് ആംഗിൾ? 90 ഡിഗ്രി. അപ്പൊ ബി ഐ എൽ എന്ന് വരും. അപ്പൊ എ ബി എന്ന് പറയുന്ന സെക്ഷനില് ഫോഴ്സ് ഉണ്ട്. ഇനി അടുത്ത് ബി സി എന്ന് പറയുന്ന സെക്ഷൻ എടുത്താലോ? ബി ഇൻറ്റു ഐ ഇൻറ്റു എൽ ഇൻറ്റു സൈൻ തീറ്റ. അവിടുത്തെ തീറ്റ എത്രയാണ്? 0. സൈൻ 0 എത്രയാണ്? 0. സോ ബി സി എന്ന് പറയുന്ന സെക്ഷനിൽ ഫോഴ്സ് ഉണ്ടോ? ഇല്ല. എഫ് ഇസ് ഈക്വൽ ടു 0. സി ഡി എന്ന് പറയുന്നതിൽ ഫോഴ്സ് കാണും 90 ഡിഗ്രി ആയതുകൊണ്ട്. അതുപോലെ എ ഡി എന്ന് പറയുന്നതിൽ ഫോഴ്സ് കാണത്തില്ല. അപ്പം ഈ കോയിലില് ഏതൊക്കെ സെക്ഷൻസിലാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? എ ബി എന്ന് പറയുന്ന സെക്ഷനിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, സി ഡി എന്ന് പറയുന്ന സെക്ഷനിലും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഇത് രണ്ടിലുമാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന പോർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ലോറൻസ് പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എ ബിയിലും സി ഡിയിലും.
എനിക്കിനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് ഈ എ ബിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ, സി ഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ. അപ്പം ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്. ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്ക് അറിയത്തില്ല. എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് നമുക്ക് ഇനി അടുത്തുള്ള പ്രശ്നം. സോ ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിലുള്ള ഏത് ലോ ആണുള്ളത്? നമ്മുടെ കയ്യിൽ 3 ലോ ആണുള്ളത്. ഒന്ന് റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്, രണ്ടാമത്തത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള്, മൂന്നാമത്തത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. തമ്പ് റൂൾ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം തമ്പ് റൂള് ഫോഴ്സിനെ അല്ല റിലേറ്റ് ചെയ്യുന്നത്, കറണ്ടിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയാണ്. അപ്പൊ അത് ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. റൈറ്റ് ഹാൻഡ് റൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ആർ ജി, ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, ആർ ജി എന്ന് പറയുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്തുകൂടെ? ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്തിനായിരുന്നു? ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ. സോ എ ബി എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് റൂള് അപ്ലൈ ചെയ്യാം. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് മൊത്തം 3 ക്വാണ്ടിറ്റീസ് ആണ് ലെഫ്റ്റ് ഹാൻഡ് റൂള് റിലേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ടിന്റെ ഡയറക്ഷൻ. നമ്മുടെ കയ്യിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെയും കറണ്ടിന്റെയും ഡയറക്ഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പൊ അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമായി. ഇനി അടുത്ത് നമുക്ക് ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. സി, ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ എന്തൊക്കെയാണ്? തമ്പ് പോയിന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഫോഴ്സിനെ. ഫോർ ഫിംഗർ അല്ലെങ്കിൽ പോയിന്റിംഗ് ഫിംഗർ എന്തിനെ സൂചിപ്പിക്കുന്നു? മാഗ്നറ്റിക് ഫീൽഡിനെ. മിഡിൽ ഫിംഗർ എന്തിനെ സൂചിപ്പിക്കുന്നു? കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പം ഞാൻ ഇതാ ഇവിടെ താഴെ നിന്ന് ഒരാൾ നോക്കുകയാണെന്ന് വിചാരിക്കുന്ന രീതിയിലാണ്. ഓക്കെ, ഈ താഴ്ഭാഗത്ത് നിന്നിട്ട് ഒരാള് അങ്ങോട്ട് നോക്കുകയാണെന്നുള്ള, ഇങ്ങോട്ട് നോക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെയാണ് അയാൾ കാണുന്നത് നോക്കാം. സോ നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് ഫീൽഡിന്റെ ഡയറക്ഷൻ, അതായത് ഈ ഫിംഗർ. ഓക്കെ, അപ്പൊ നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ്. ഇനി അടുത്ത് താഴെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? അകത്തോട്ടാണോ പുറത്തോട്ടാണോ? താഴെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് എ ബി എന്ന് പറയുന്ന സെക്ഷനിൽ അകത്തോട്ടാണ്. അപ്പൊ അകത്തോട്ടാകുമ്പോഴത്തേക്കും ഇങ്ങനെ. ഇപ്പൊ കറക്റ്റ് ആയോ? നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് ഫീൽഡ്, അകത്തോട്ട് എന്താണുള്ളത്? കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പൊ തമ്പ് സൂചിപ്പിക്കുന്നത് എന്താണ്? ഫോഴ്സിന്റെ ഡയറക്ഷൻ. അപ്പൊ എ ബി എന്ന് പറയുന്ന സെക്ഷനില് ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? താഴോട്ടാണ്. ഓക്കെ, ഇനി അതേപോലെ നിങ്ങൾ സി ഡിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. ഈ സൈഡിൽ നിന്ന് താഴോട്ട് നോക്കുക, താഴെ നിന്ന് മുകളിലോട്ട് നോക്കുകയാണ്. അപ്പൊ താഴെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ ഇവിടെ ആകപ്പാടെ വ്യത്യാസം വരുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ആണ്. ഓക്കെ, സോ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് ഫീൽഡ് പോകുന്നുണ്ട്. കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? പുറത്തോട്ടാണ്, അതായത് നമ്മളിലോട്ടാണ് വരുന്നത്. ആ താഴെ നിന്ന് നോക്കുമ്പോൾ നമ്മളിലോട്ട് വരുന്നതായിട്ട് സൂചിപ്പിക്കും. അപ്പം അതായത് ഇങ്ങനെ. ഇപ്പം മിഡിൽ ഫിംഗർ എൻ്റെ നേരെയാണ് പോയിന്റ് ചെയ്തത്, അതായത് കറണ്ട് പുറത്തോട്ട് വരുന്നു എന്നുള്ളത്. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്കും തമ്പ് എങ്ങനെയായിരിക്കുന്നത്? അപ്വേർഡ് ഡയറക്ഷൻ. അതായത് സി ഡി എന്ന് പറയുന്ന സെക്ഷനിൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്താണ്? അപ്വേർഡ്. ഓക്കെ, അപ്വേർഡ്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ലോറൻസ് പ്രിൻസിപ്പിൾ പഠിപ്പിച്ചപ്പം പറഞ്ഞ കാര്യമാണ് എന്ത്? ഒരു റെക്ടാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ കോയില് ഉണ്ടെങ്കിൽ ഒരു സൈഡിൽ താഴോട്ടുള്ള ഫോഴ്സ്, മറു സൈഡിൽ മുകളിലോട്ടുള്ള ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ അതിന് എന്തിന്റെ ടെൻഡൻസി കാണും? റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണും എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. സോ ഇത് ഇത്രയും മനസ്സിലായല്ലോ. സോ പെർമനന്റ് മാഗ്നറ്റ്, ഫീൽഡ് ലൈൻസ് ഉണ്ട്, സ്പിൻഡില്, സ്പ്രിങ്, പോയിന്റർ, പിവറ്റ് ആൻഡ് ജുവൽ ബെയറിംഗ്സ്, കോയിൽസ് ഉണ്ട്, എ ബി എന്ന് പറയുന്ന ഒരു സെക്ഷൻ, സി ഡി എന്ന് പറയുന്ന ഒരു സെക്ഷൻ. നമ്മൾ ലോറൻസ് പ്രിൻസിപ്പിൾ ആണ് ഇതിൽ അപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിലിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലോറൻസ് ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് BIL സൈൻ തീറ്റയാണ്. എ ബി എന്ന് പറയുന്ന സെക്ഷനിൽ ഇവിടെ ഈ സൈഡിൽ ഞാൻ വരച്ചിരിക്കുന്ന കോയിലിന്റെ ഒരു ഫിഗർ ഉണ്ട്. അപ്പൊ എ ബി എന്ന് പറയുന്ന സെക്ഷനിൽ ഫീൽഡും കണ്ടക്ടറും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇതാ നിങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇത് ഒരു 90 ഡിഗ്രിയാണ്. ഓക്കെ,
90 ആണ്. ബി സി എന്ന് പറയുന്ന സെക്ഷൻ കോയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മളെ ഫേസ് ചെയ്തിരിക്കുമ്പോൾ എന്താണ് ബി സി എന്ന് പറയുന്നതിൽ ആംഗിൾ 0 ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും സൈൻ തീറ്റ സൈൻ 90 ഉപയോഗിക്കുമ്പോഴത്തേക്കും എ ബി സൈഡ് പോർഷനിൽ എ ബി ആൻഡ് സി ഡിയിൽ ഫോഴ്സ് ഉണ്ടെന്നും ബി സി ആൻഡ് എ ഡി എന്ന് പറയുന്ന സെക്ഷനിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അപ്പൊ ഇത് ലോറൻസ് പ്രിൻസിപ്പിൾ വഴിയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അപ്പൊ ലോറൻസ് പ്രിൻസിപ്പിൾ എന്താണ്? നമുക്ക് ഫോഴ്സിന്റെ ഡയറക്ഷൻ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് റൂളാണ് യൂസ് ചെയ്യുന്നത്? റൈറ്റ് ഹാൻഡ് ആണോ? അല്ല, ലെഫ്റ്റ് ഹാൻഡ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്നു. സോ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് എ ബി എന്ന് പറയുന്ന പോർഷനിലുള്ള ഫോഴ്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ഡൗൺവേർഡ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. സി ഡി എന്ന് പറയുന്ന പോർഷനിലുള്ള ഫോഴ്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് അപ്വേർഡ് ആണെന്ന് മനസ്സിലാവുന്നു. അപ്പൊ ഒരു റെക്ടാങ്കുലർ കോയിലില് ഒരു സൈഡിൽ അപ്വേർഡും മറ്റേ സൈഡിൽ ഡൗൺവേർഡും ആണെങ്കിൽ ആ കോയില് റൊട്ടേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ഓക്കെ, അപ്പം ഇതില് ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത് നോക്കിയേ. ഈ കോയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ഇങ്ങനെ കറങ്ങും. ഈ കോയിലിലോട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു സാധനം എന്താണ്? സ്പിൻഡിലുണ്ട്, സ്പ്രിംഗ് ഉണ്ട്. അപ്പം ഈ അലുമിനിയം ഫ്രെയിം അല്ലെങ്കിൽ ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? സ്പിൻഡിലും റൊട്ടേറ്റ് ചെയ്യും ആണല്ലോ, അത് സ്വാഭാവികമാണ്. അപ്പൊ ആ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പിവറ്റ് ആൻഡ് ജുവൽ ബെയറിങ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്പിൻഡിൽ കറങ്ങുമ്പോഴത്തേക്കും ഈ സ്പ്രിങ്ങും റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഒരെണ്ണം ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും, മുകളിലെത്തത് ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും. അത് എങ്ങനെയാവാം? നമ്മളത് ഡിസൈൻ ചെയ്യുന്നത് പോലെ ഇരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ആദ്യം ഇത് കറങ്ങുമ്പോഴത്തേക്കും ഒരു സ്പ്രിങ് ഈ പോയിന്ററിനെ മുകളിലോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കും. അതായത് ഒരു സ്പ്രിങ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും ഈ റൊട്ടേഷൻ കാരണം. അതേസമയം മറ്റേ സ്പ്രിങ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ വൈൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അടുത്ത സ്പ്രിങ് കാരണം കൺട്രോളിംഗ് ടോർക്ക് ജനറേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് സംഭവിക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ഒരു പോയിന്റ് എത്തിയിട്ട് വേണമെങ്കിൽ ഇതുവരെ ക്ലിയർ ആയില്ലെങ്കിൽ ജസ്റ്റ് വീഡിയോ ബാക്കിലോട്ട് ഒന്ന് എടുത്തിട്ട് ക്ലിയർ ആക്കിയിട്ട് ഫർദർ കാണുക. ഓക്കെ, സോ അപ്പം ഇതുവരെ ഉള്ളത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതുവരെ ഉള്ളത് ക്ലിയർ ആയിരുന്നു. ഇനി നമുക്ക് ഈ ഇതിന്റെ വർക്കിങ്ങിന്റെ ഒരു ആനിമേഷൻ, എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ച് ചെയ്ത ഒരു ആനിമേഷൻ ഉണ്ട് ഇതിനകത്ത്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇതിൽ ഈ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, സോ ഇതിനകത്ത് നോർത്ത് പോൾ സൗത്ത് പോൾ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം എന്താ പറഞ്ഞത്, ഇത് നേരത്തെ കേസിൽ എ ബി എന്ന് പറയുന്നതിൽ താഴോട്ടും ബി സി എന്ന് പറയുന്നതിൽ മുകളിലോട്ടും ഒരു ഫോഴ്സ് വരുന്നു, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അല്ലെ. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യും, സ്പ്രിങ് റൊട്ടേറ്റ് ചെയ്യും. ഒരു സ്പ്രിങ് ഒരു ഡയറക്ഷനിലും മറ്റേ സ്പ്രിങ് വേറൊരു ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ഒരു സ്പ്രിങ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു, മറ്റേ സ്പ്രിങ് അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് കൺട്രോളിംഗ് ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്നു ആണല്ലോ. ഇതെങ്ങനെ വരുമെന്ന് നോക്കാം. സി, ഇതിനകത്ത് പോൾസ് ഉണ്ട്, സ്പ്രിങ് ഉണ്ട്, പോയിന്റർ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കറങ്ങുകയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ സ്പ്രിങ് കറങ്ങുന്ന ഡയറക്ഷൻ കണ്ടായിരുന്നോ? ഓപ്പോസിറ്റ് ആണ് രണ്ടും. ഒന്ന് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഒന്ന് ആന്റി ക്ലോക്ക് വൈസ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഒരു സ്പ്രിങ് കാരണം ഇവിടെ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ആ പോയിന്റർ മൂവ് ചെയ്യും. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് കൺട്രോളിംഗ് ടോർക്കും വരുന്നുണ്ട്. അപ്പം എൻ്റെ ആ സർക്യൂട്ടിൽ എത്ര കറണ്ട് ആയിരുന്നു ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നത്? 2 ആംപിയർ. അപ്പൊ 2 ആംപിയറിൽ എത്തുമ്പോഴത്തേക്കും കൺട്രോളിംഗ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും ഈക്വൽ ആവും അല്ലെ? അതല്ലേ നമ്മൾ പഠിച്ചത്. സോ അറ്റ് 2 ampere the controlling torque will be is equal to deflecting torque. കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് ഈക്വൽ ആയിട്ട് വരും. അങ്ങനെ വരുമ്പോൾ പോയിന്റർ അവിടെ സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളതാണ് കേസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഇതിന്റെ വീഡിയോ കാണാം. സോ ഇവിടെ നിന്ന് വരുന്നു, സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്പ്രിങ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ആദ്യത്തെ സ്പ്രിങ് നമുക്ക് ഈ ഒരു സ്പ്രിങ് ആണെന്ന് എടുക്കാം. സോ ഫസ്റ്റ് സ്പ്രിങ്
ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് സ്പ്രിങ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു, പോയിന്റർ മൂവ് ചെയ്തു തുടങ്ങുന്നു, അതേസമയം കൺട്രോളിംഗ് ടോർക്കും കാണും. 2 ആംപിയറിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ സർക്യൂട്ടിൽ കൂടെ പോകുന്നത് 2 ആംപിയർ അല്ലേ, 2 ആംപിയറിൽ വേണം നമുക്ക് പോയിന്റർ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പോയിന്റർ അവിടെ നിൽക്കണമെങ്കിൽ ആ 2 ആംപിയറിന്റെ പോർഷൻ എത്തുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കണം? കൺട്രോളിംഗ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും ഈക്വൽ ആയിരിക്കണം. ടി സി ഇസ് ഈക്വൽ ടു ടി ഡി എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു PMMC, പെർമനന്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ 1 എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത് ടെർമിനൽ, അതാണിത്. ഓക്കെ, അവിടെ നിന്ന് കണക്ഷൻ എടുത്തു നേരെ ഇതാണ് നമ്മുടെ മാഗ്നറ്റ്, പെർമനന്റ് മാഗ്നറ്റ്. സോ ഇത് വേണമെങ്കിൽ നോർത്ത് പോള്, ഇത് സൗത്ത് പോൾ ആയിട്ട് എടുക്കുക. അല്ല, ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ, ഇത് നോർത്ത് ആണ്, സോറി, ഞാനതൊന്ന് വായിക്കാം. സോ ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോൾ. ഓക്കെ, ഇതാ പോയിന്റർ ഇരിക്കുന്നു, ഇത് സ്കെയില്, പിന്നെന്താ ഉള്ളത്, ഇതാ ഇവിടെ ഇതിനകത്തിരിക്കുന്നതാണ് കോയില്, ഇതിനകത്തിരിക്കുന്നതാണ് കോയിൽ. ഇതാ കോയിൽ കാണാൻ പറ്റുന്നുണ്ട്, ഇതാണ് അലുമിനിയം കോയിൽ. ഇതായിരിക്കുന്ന ഈ ഒരു ഗോൾഡ് കളർ പോലെ കാണുന്നില്ലേ കോയിൽ, ഗോൾഡ് അല്ല കോപ്പർ ആണ്. സോ ഇതാണ് അലുമിനിയം ഫോർമർ. ഓക്കെ, സോ ഇത് ഇത്രയാണ് ബേസിക്കലി ഉള്ള പാർട്സ്. അപ്പൊ നിങ്ങൾ ഇതുവരെ നോക്കി വെക്കുക, ബാക്കിയുള്ളത് വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിൽ പഠിക്കുക, 1-2 തവണ കണ്ടു നോക്കുക, മനസ്സിലാക്കുക. ഓക്കെ, വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ ഗൈസ്, താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. Stay safe. Thank you.